നമസ്കാരം. എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ സന്തോഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ആദ്യമേ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണോ? അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചേക്കാം. സന്തോഷത്തിന് താക്കോലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളുടെ സന്തോഷം തീരുമാനിക്കുന്നത് നിങ്ങളാണോ അതോ മറ്റു പല ഘടകങ്ങളാണോ? എൻ്റെ സാഹചര്യം ശരിയില്ലാത്തത് കൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭാര്യ എന്നോട് വഴക്കിട്ടത് കൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നോട് മോശമായി പെരുമാറിയത് കൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കാത്തത് കൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ജോലി സ്ഥലത്ത് മോശം അനുഭവം ഉള്ളത് കൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ. ഇങ്ങനെ പല പല സാഹചര്യങ്ങളും പല പല കാരണങ്ങളും നമുക്ക് നിരത്താനുണ്ടാവും. അതായത് നമ്മുടെ സന്തോഷം ഇതിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു. ഇതെല്ലാം അനുകൂലമായി വരുന്നൊരു ദിവസം മാത്രമേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, സന്തോഷത്തിന് ഒരു താക്കോലുണ്ടെന്ന്. അപ്പോൾ ഈ താക്കോൽ ആരുടെയിലാണ്? നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുക. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ സന്തോഷത്തെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ സന്തോഷിക്കേണ്ടതും ചിരിക്കേണ്ടതും നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. മറ്റുള്ളവർക്ക് നമ്മളെ സന്തോഷിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം ഉണ്ടാവും. അതിന് ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തരാം. എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കാൻ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെൻറ്റാലിറ്റി നാം വളർത്തിയെടുക്കുക. കൃതജ്ഞതയുള്ള ഒരു മനസ്സ്. ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കുക. മൈൻഡ്ഫുൾനെസ്സോടുകൂടി ജീവിക്കുക. ഇന്നലകളെ മറക്കുക. നാളെക്കുറിച്ച് ആകുലപ്പെടാതെ ഈ നിമിഷത്തിൽ ജീവിച്ച് നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷപൂരിതമാക്കുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.